എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ് ലേണിംഗ്. നമ്മൾ കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓൾറെഡി പഠിച്ചു. നമ്മൾ എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും നോക്കി. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു സാധനമാണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ പറഞ്ഞ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം, അതിന്റെ അവസ്ഥകള്, അതുപോലെ തന്നെ എന്താണ് ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റർ മാറുന്നത് എങ്ങനെയാണ്, അതിന് നമ്മൾ വിളിക്കുന്ന പല പേരുകള്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാല്യൂസ്, കുറെ നമ്പറുകളൊക്കെ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്താണ് നമ്മൾ മൂലകങ്ങൾ, സംയുക്തങ്ങൾ, അതുപോലെ തന്നെ എന്താണ് മിശ്രിതങ്ങൾ, ഈ രീതിയിൽ എങ്ങനെയാണ് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളും ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നോക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കി പോവാം. ഇത് നോക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റിവൈസ് ചെയ്തും പോവാം. നമ്മളുടെ സിലബസ് പ്രകാരം മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മാറ്ററിന്റെ പല രൂപങ്ങൾ അതെന്തൊക്കെയാ നമുക്കറിയാലോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, അതെങ്ങനെയാ പറയുന്ന ഖരവസ്തുക്കള്, അതുപോലെ ദ്രാവകങ്ങൾ, അതുപോലെ തന്നെ വാതകങ്ങൾ, ഈ രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. പിന്നെ ഈ മൂന്നാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സോളിഡ് എപ്പോഴാണ് നമ്മൾ ഒരു ലിക്വിഡ് ആക്കുന്നത്, അതുപോലെ ലിക്വിഡ് എപ്പോഴാണ് ഒരു ഗ്യാസ് ആയിട്ട് മാറുന്നത്, ഇനി ഗ്യാസിന് തിരിച്ച് സോളിഡ് ആക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന കൺവേർഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺവേർഷൻ പറയുന്നത്. വീണ്ടും ഈ പറയുന്ന മാറ്റർ, നമ്മൾ പറയുന്ന മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വോളിയം, അതുപോലെ സ്വന്തമായിട്ട് മാസമുള്ള എന്തൊരു സാധനത്തിനെ നമ്മൾ മാറ്റർ എന്ന് പറയും. ഒരു വോളിയം വേണം, ഒരു മാസ് വേണം, അപ്പൊ നമ്മൾ അതിനെ മാറ്റർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് എലമെന്റുകൾ, അതുപോലെ കോമ്പൗണ്ടുകൾ, വീണ്ടും മിക്സ്ചേഴ്സ്, ഈ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇതിൽ മിക്സ്ചേഴ്സിനെ തന്നെ നമ്മൾ വീണ്ടും എന്താണ് ചെറുതാക്കി വീണ്ടും നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ കൊടുക്കും. മിക്സ്ചേഴ്സ് എന്താണ്, ഏകാത്മകമാണോ, ഭിന്നാത്മകമാണോ, അതായത് ഹോമോജീനിയസ് ആണോ അതോ ഹെട്രോജീനിയസ് ആണോ, ഈ കണക്കിന് നമ്മൾ എന്താ സൊല്യൂഷൻ എന്ന് വിളിക്കും, കൊളോയിഡ് എന്ന് വിളിക്കും, സസ്പെൻഷൻ എന്ന് വിളിക്കും. ഇതെല്ലാം എന്താണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന NCERT പ്രകാരം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് കെമിസ്ട്രിയിൽ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഓരോരോ ചോദ്യം നോക്കി പോവാം. എന്നിട്ട് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാ ചോദ്യം വരുന്നത്, ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്സ്പെക്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് എന്നാണ്. ഇതേപോലത്തെ വലിയ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് എന്താണ് തുടക്കത്തിൽ നമ്മൾ ഒരു എക്സാമിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ വലിയ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ ഒരു പേടി വരും. ഇത്രയും വായിച്ചിട്ട് ഞാൻ വായിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചൂസ് ചെയ്യുന്ന ആൻസറും തെറ്റിപ്പോയില്ലേ, അപ്പൊ പിന്നെ എന്താണ് ഇത് മാർക്ക് പോകാനുള്ളതാണെന്ന്. പക്ഷെ നമ്മൾ എന്താണ് വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിയിട്ടില്ലെങ്കിൽ തന്നെ ഇതേപോലത്തെ ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ച് മനസ്സിലാക്കി തന്നെ നമുക്കിതിൽ ഉത്തരം എഴുതാൻ പറ്റും. ഒന്ന് നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, റിജിഡിറ്റിയും കംപ്രസിബിലിറ്റിയും. റിജിഡിറ്റി എന്ന് പറഞ്ഞത് ടൈപ്പ് ഓഫ് മാറ്റർ അനുസരിച്ചിട്ട് അവിടെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് മാറ്റർ എന്നോട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ദ്രവ്യത്തിന്റെ അവസ്ഥയാണ്. അതായത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, അതോ ഗ്യാസ് ആണോ, ഇതനുസരിച്ചിട്ട് എന്ത് വ്യത്യാസം വരുന്നുണ്ട്, അതിന്റെ കാഠിന്യത്തിന്. റിജിഡിറ്റി പറയുന്നത് അതിന്റെ കാഠിന്യത്തിന് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. നമുക്കറിയാലോ, സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നമുക്കറിയാലോ, സോളിഡ് ആയിട്ട് ഖരവസ്തു ആയിട്ടിരിക്കുന്ന സാധനത്തിനല്ലേ ഏറ്റവും കാഠിന്യമുള്ളത്. നമ്മൾ എന്താണ് നമ്മളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു പേന അല്ലെങ്കിൽ ഒരു ബുക്ക്, നമ്മൾ അടുത്തിരിക്കുന്ന ഒരു ടേബിൾ, ഇത്രയും സാധനങ്ങളൊക്കെ നോക്കിക്കേ, ഇതിനൊക്കെ എന്തുണ്ടെന്ന് പറയും, ഒരു കാഠിന്യമുണ്ട്, ഒരു കട്ടിയുണ്ടെന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അതിനേക്കാളും കാഠിന്യം കുറഞ്ഞ ആൾക്കാരാരാണ്, അല്ലെങ്കിൽ ഷേപ്പ് എന്താണ് അത്രയ്ക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലാത്ത ആൾക്കാരാരാണ്, ലിക്വിഡ്സ്, ദ്രാവകങ്ങൾ. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്താൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് ആ ഗ്ലാസിന്റെ വോളിയം ആയിരിക്കും നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്. ഇനി ഗ്ലാസ് മാറ്റി വേറൊരു കണ്ടെയ്നറിലേക്കോ പാത്രത്തിലേക്കോ നമ്മൾ ആ വെള്ളത്തിനെ മാറ്റിയാൽ ആ പാത്രത്തിന്റെ വോളിയത്തിലേക്കായിരിക്കും വീണ്ടും ഈ വെള്ളത്തിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നത്. അതായത് എടുക്കുന്ന കണ്ടെയ്നർ അനുസരിച്ചിട്ട് ഇവിടെ എന്ത് പറ്റും, ലിക്വിഡ്സ് അവരുടെ ഷേപ്പ് മാറ്റിക്കൊണ്ടിരിക്കും. ഇനി ഗ്യാസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഗ്യാസിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ല. ഗ്യാസ് ഇങ്ങനെ പടർന്ന് കിടക്കും, അല്ലെങ്കിൽ എന്താ പരന്ന് കിടക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ അത് വീടിന്റെ ഏത് മുറിയിൽ കത്തിച്ചാലും ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ കൂടി ഒരു 1 മിനിറ്റിനുള്ളിൽ എന്ത് പറ്റും, എല്ലാ സ്ഥലത്തും ആ സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മൾ എന്തെങ്കിലും ഒരു കുന്തിരിക്കം കത്തിക്കോ കർപ്പൂരം കത്തിക്കോ ഈ രീതിയിൽ എന്താണ് എന്തെങ്കിലും ഒരു സംഭവം ഇതേപോലെ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് വരും, ഒരു സ്മെല്ല് വരും. നമുക്ക് എന്താണ് എന്തെങ്കിലും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്.
അതായത് ഈ ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് എല്ലായിടത്തും ഇത് പടർന്ന് കിടക്കുകയാണെന്ന്. ഈ രീതിയിൽ നോക്കിയാൽ റിജിഡിറ്റി കൂടുതലുള്ളത്, കാഠിന്യം കൂടുതലുള്ളത് സോളിഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അത് നമ്മൾ ഒരുപാട് സയന്റിഫിക് ആയിട്ട് അതിന് പുറകിൽ എത്ര ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്, എത്രയധികം പാർട്ടിക്കിൾസ് അടുത്ത് കിടക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ ആലോചിക്കേണ്ട. നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റിജിഡിറ്റി കൂടുതലുള്ള ആൾക്കാർ ആരായിരിക്കും, അല്ലെങ്കിൽ കാഠിന്യം കൂടുതൽ ആർക്കായിരിക്കും, അത് ഖരവസ്തുക്കൾക്കായിരിക്കും, സോളിഡുകൾക്കായിരിക്കും. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്ന കംപ്രസിബിലിറ്റി. ഈ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കൊടുത്തിട്ട് അവിടെ വോളിയം ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ്, അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അത് കംപ്രസിബിൾ ആണെന്ന്. വീണ്ടും ആലോചിച്ച് നോക്കിയേ, നമ്മൾ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് എന്താണ് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും അതിനെന്താണ് ചെറിയ എഫക്റ്റേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എഫക്റ്റേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഗ്യാസുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും. അതും അല്ലെങ്കിൽ എന്താണ്, നമ്മൾ സിലിണ്ടറുകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ട്. ഈ രീതിയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യാണ്, കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്യാസ് ആയിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ, ഒരു വാതകത്തിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് എന്ത് പറയാം, കംപ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, സമ്മർദ്ദനീയത, മർദ്ദം കൊടുത്തിട്ട് അതിന്റെ വോളിയത്തിനെ ചെറുതാക്കി കൊണ്ടുവരുന്നത്, ഇത് ആർക്കായിരിക്കും കൂടുതൽ, ഇത് ഗ്യാസുകൾക്കായിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. സോളിഡ് എന്ന് പറയുന്ന ആൾക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ലിക്വിഡ് എന്ന് പറയുന്ന ആള്, ദ്രാവകങ്ങൾ അവരുടെ കയ്യിലുള്ള ഷേപ്പ് എന്ത് കണ്ടെയ്നറിൽ ഇരിക്കുന്നോ ആ ഷേപ്പിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഗ്യാസുകൾക്ക് പ്രത്യേക ഷേപ്പ് ഇല്ല. വീണ്ടും കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദ്രവ്യത്തിന് എന്ത് കൊടുക്കുമ്പോൾ, അവിടെ ഒരു ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ അതിന്റെ വ്യാപ്തം കുറഞ്ഞു വരുന്നതാണ്. ഈ രീതിയിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ആള് ഗ്യാസുകളാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്താ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും മനസ്സിലായി. നമ്മൾ എന്താ ഒരുപാട് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് അത്രയും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കാതെ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് കറക്റ്റ് ആയിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇത് ഈ ചോദ്യം തന്നെയാണ്. ദ്രവ്യത്തിന്റെ തരം അനുസരിച്ച് കണങ്ങളുടെ സ്ഥാനം അനുസരിച്ച് ആകൃതി വ്യത്യാസം കാണപ്പെടുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? സോളിഡ് ആയിട്ടിരിക്കുന്ന ആളുടെ അകത്ത് എല്ലാ കണങ്ങളും അതിന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ചിരിക്കുന്നു. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നേരെ കണ്ണിൽ നോക്കുമ്പോൾ എങ്ങനെയാ കാണുന്നത്? സോളിഡ് ആയിട്ട് ഖരവസ്തുവായിട്ടിരിക്കുന്ന ഒരു സാധനത്തിന് നല്ല കട്ടി ഉണ്ടാകും, കാഠിന്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, മർദ്ദം കൊടുക്കുമ്പോൾ, പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ചെറുതായി പോകുന്ന ആളാരാണ്? അത് ഗ്യാസുകളാണ്, വാതകങ്ങളാണ്. ഓക്കെ, ഈ രീതിയിൽ പറയാം. അടുത്തത്, വാതകത്തിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് വസ്തുവിനാണ് പ്രത്യേക നിറത്തിൽ തിളങ്ങാൻ കഴിയുന്നത്? ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. അതായത് ഒരു വാതകത്തിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് വസ്തുവിനാണ് പ്രത്യേക നിറത്തിൽ തിളങ്ങാൻ കഴിയുന്നത്? എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഗ്ലോസ് വിത്ത് എ സ്പെഷ്യൽ കളർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ്? ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. നമുക്ക് എന്ത് ചെയ്യണം? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനെ നമ്മളവിടെ പ്ലേസ് ചെയ്ത് നോക്കണം. ഈ 4 ഓപ്ഷനെ നമ്മളവിടെ പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കത്തും. അതായത് a liquid material glows with a special color depending upon the nature of gas. എപ്പോഴാണ് ഒരു ദ്രാവകം എന്താണ് ഗ്യാസിന്റെ കളർ അനുസരിച്ച് അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രത്യേകത അനുസരിച്ച് തിളങ്ങുന്നത്? ഇതുപോലത്തെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ എന്താ സോളിഡ് എടുത്ത് നോക്കിയാലും സെമി സോളിഡ് എടുത്ത് നോക്കിയാലും. എന്നാൽ ഈ പ്ലാസ്മ എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്തായിട്ടാണ് പഠിക്കുന്നത്? ദ്രവ്യത്തിന്റെ പല അവസ്ഥകളെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറയും. ഇതെന്താണ്? 3 സ്റ്റേറ്റുകൾ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ അതിനെ സോളിഡ്, ഖരവസ്തുക്കൾ, ലിക്വിഡ്, അതുപോലെ തന്നെ ഗ്യാസസ് എന്ന് പറയും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് പറയുന്ന ആളാണ് പ്ലാസ്മ. 4ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ആളാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അയണൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്യാസ് ഫോം ആണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അയണൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്യാസ് ഫോം ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ ചുറ്റുമുള്ള യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാറ്ററിന്റെ ഫോം ഏതാണ്? ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ അത് പ്ലാസ്മയാണ്. നമ്മൾ ഇടിമിന്നലൊക്കെ കാണില്ലേ? ഇടിമിന്നൽ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു വെളിച്ചം കാണാൻ പറ്റുന്നില്ലേ? അത് പ്ലാസ്മ രൂപമാണ്. ഈ രീതിയിൽ നമ്മൾ എന്താണ് രാത്രി എവിടെയെങ്കിലും കടകളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ നിയോൺ ലൈറ്റുകൾ കാണും.
നിയോൺ ലൈറ്റുകൾ എന്താണ് പ്രത്യേക ഭംഗിയുള്ള പ്രകാശമായിരിക്കും. ചുവന്ന നിറത്തിലോ അല്ലെങ്കിൽ എന്താണ് നിയോൺ പച്ച, നിയോൺ മഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ രീതിയിൽ പല കളറിലെ ലൈറ്റുകൾ നമ്മൾ കാണും. അവിടെ എല്ലാം സംഭവിക്കുന്നത് നമ്മളൊരു ട്യൂബിലൂടെ എന്താണ് അയണൈസ് ചെയ്ത, ഒരുപാട് ഹീറ്റ് കൊടുത്ത, ഒരുപാട് എനർജി കൊടുത്ത് അയണൈസ് ചെയ്ത, അതിനെന്താണ് ചാർജുകളായിട്ട് വിഘടിപ്പിച്ചിരിക്കുന്ന ഒരു വാതകമാണ് അല്ലെങ്കിൽ വാതക രൂപമാണ് ഈ പറയുന്ന പ്ലാസ്മ. അങ്ങനെയാണെങ്കിൽ പല നിറത്തില് ഒരു മെറ്റീരിയൽ ഗ്ലോ ചെയ്യുകയാണ്, അതിനനുസരിച്ച് എന്തിനനുസരിച്ച് അവിടെയുള്ള ഗ്യാസിനനുസരിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് പ്ലാസ്മ എന്നാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. 3 സ്റ്റേറ്റുകൾ നമുക്ക് ഓൾറെഡി അറിയാം. 4ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് പ്ലാസ്മ പഠിച്ചു വെക്കാം. യൂണിവേഴ്സിലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മാറ്ററിന്റെ ഫോം എന്ന് പറയുന്നത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ അല്ല, അത് പ്ലാസ്മയാണ്. ഇടിമിന്നല്, നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഇടിമിന്നലിൽ കാണുന്നത് പ്ലാസ്മയാണ്. നിയോൺ ലൈറ്റുകളിൽ കാണുന്നത് അതും പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടോ? 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാമോ 5th സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് എന്താ പറയുന്നതെന്ന്? അതറിയാമെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാവോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ഒരു പദാർത്ഥം ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതക അവസ്ഥയിലേക്ക് മാറുന്നതിനെ വിളിക്കുന്നത് എന്ത്? ഒരു പദാർത്ഥം, നമ്മളൊരു മാറ്റർ എടുക്കാണ്, ഒരു വസ്തു എടുക്കാണ്, അതിന് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴായിരിക്കും അത് ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ എന്താ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുന്നത്? നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോഴാണ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ മെൽറ്റിംഗ് സംഭവിക്കുന്നു. അതെന്താണ്? ദ്രാവകമായിട്ട് മാറുന്നു, ദ്രവീകരണം സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഈ രീതിയിൽ ദ്രവീകരണം സംഭവിക്കുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോളിഡിൽ നിന്ന് നേരെ വാതകത്തിലേക്ക് മാറുമ്പോൾ, നേരെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിനെ പറയുന്ന പേരെന്താണെന്നാണ്. നമ്മളിതെല്ലാം പഠിക്കുന്നതാണ്. സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ മെൽറ്റിംഗ് ആണ്, ദ്രവീകരണമാണ്. ഇനി ലിക്വിഡ് ടു ഗ്യാസ് ആണെങ്കിൽ ഇവാപ്പറേഷൻ ആണ്, ബാഷ്പീകരണമാണ്. തിരിച്ച് ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിൽ കണ്ടൻസേഷൻ ആണ്, ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിൽ കണ്ടൻസേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സോളിഡ് ടു ഗ്യാസ് ഫോമിനെ നമ്മൾ വിളിക്കുന്നത് സബ്ലിമേഷൻ എന്നാണ്. ഉത്പതനം, സബ്ലിമേഷൻ. ഈ രീതിയിൽ ഓർത്തിരിക്കുക. ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം നേരെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഇനി ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഈ രീതിയിൽ ഓർത്തു വെക്കുക. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു, ഇടയിൽ വെച്ച് ലിക്വിഡ് ആവുന്നില്ല. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കർപ്പൂരം കത്തിച്ചാൽ, കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? അത് കത്തിച്ചു കഴിയുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ആ ഒരു ലൈറ്റ് കിട്ടും. അതുപോലെ എന്താണ്, കംപ്ലീറ്റ് അതൊരു പുകയായിട്ട് മാറിക്കൊണ്ടിരിക്കും, ഒരു ഗ്യാസ് ഫോമിലേക്ക് മാറും. ഒരു ലിക്വിഡ് ആയിട്ട് അവിടെ മാറ്റം സംഭവിക്കുന്നില്ല, സോളിഡിൽ നിന്ന് നേരെ ഗ്യാസ് ഫോമിലേക്ക്. ഈ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയതൊക്കെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ദ്രവ്യത്തിന്റെ പല അവസ്ഥയിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ്, എന്താണ് കണ്ടൻസേഷൻ, എന്താണ് സബ്ലിമേഷൻ, ഈ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സോളിഡിന്റെയും ലിക്വിഡിന്റെയും അതുപോലെ തന്നെ ഗ്യാസുകളുടെയും പ്രോപ്പർട്ടി വെച്ചിട്ട്, ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ, അവരെ എളുപ്പം കംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ സോളിഡ് ആണെങ്കിൽ കംപ്രഷൻ ചെയ്യാൻ വളരെ പാടാണ്. തിരിച്ച് റിജിഡിറ്റി നോക്കിയാൽ സോളിഡിന് കൂടുതലാണ്, ഗ്യാസിന് അത് വളരെ കുറവാണ്. ഇങ്ങനെ ഓരോ സവിശേഷതകൾ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് ഷുവർ ആയിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. വീണ്ടും മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്, അതായത് ഇനി വരുന്നത് കൺവേർഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കൺവേർഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റം വരുന്നത്. അങ്ങനെയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറഞ്ഞ് നമുക്ക് 4 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്, അതുപോലെ തന്നെ എന്താണ് Kc എന്നുള്ളതൊക്കെ ഇത് ഓർത്തിരിക്കണം. ടെമ്പറേച്ചർ കൺവേർഷന്റെ കാര്യം, ടെമ്പറേച്ചർ സ്കെയിലുകൾ എന്തായാലും പഠിക്കണം. ഇവരുടെ കൺവേർഷൻസ്, ഇവരുടെ തിരിച്ചും മറിച്ചുള്ള കൺവേർഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് വഴി തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ ഓർത്തിരിക്കണം 273 കെൽവിൻ, ക്യാപിറ്റൽ K കൊടുക്കുന്നത് കെൽവിൻ ആണ്. ഈ കെൽവിൻ ആണ് ടെമ്പറേച്ചറിന് നമ്മൾ എടുക്കുന്ന SI യൂണിറ്റ്, അത് ഓർത്ത് വെക്കുക. കെൽവിൻ ആണ് ടെമ്പറേച്ചറിന് കൊടുക്കുന്ന SI യൂണിറ്റ്. അതുപോലെ തന്നെ എന്താണ് 273 കെൽവിൻ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, മെൽറ്റിംഗ് പോയിന്റ്, വെള്ളത്തിന്റെ അല്ലെ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ എന്താ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്.
അപ്പൊ ഐസിന്റെ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ഈ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ അത് എത്രയായിരിക്കും? 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 273 കെൽവിൻ 0 ഡിഗ്രി സെൽഷ്യസിനോട് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ തന്നാൽ കെൽവിനിലേക്ക് മാറ്റാൻ പറ്റുമോ? തിരിച്ച് കെൽവിനിൽ തന്നെ ആൾക്കാരെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റുമോ? നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് കൺവേർഷൻ വരുന്നത് നോക്കാം. ഇപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി 273 കെൽവിൻ അതാണ് എന്ത്? ഐസിന്റെ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വീണ്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാത്രം വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വായിച്ചിട്ട് നമുക്ക് എന്ത് പറ്റും? കൺഫ്യൂഷൻ വന്നിട്ട് അല്ലെങ്കിൽ ധൃതിയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ മാർക്ക് കളയുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഒബ്സർവേഷനിലൂടെ, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെള്ളത്തിന് 3 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് സോളിഡ് ആയിട്ടായിരിക്കാം, ലിക്വിഡ് ആയിട്ടായിരിക്കാം, ഗ്യാസ് ആയിട്ടായിരിക്കാം. സോളിഡ് ആണെങ്കിൽ നമ്മൾ ഐസ് എന്ന് പറയും, അതുപോലെ മഞ്ഞ് എന്നൊക്കെ പറയും. വീണ്ടും ലിക്വിഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ വെള്ളം എന്ന് വിളിക്കും. അത് തന്നെ ഗ്യാസ് ആകുമ്പോൾ നമ്മൾ നീരാവി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സോളിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ വെള്ളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ H2O മോളിക്യൂളിനെ നമ്മൾ ഐസ് എന്ന് വിളിക്കുകയാണ്. അത് തന്നെ ലിക്വിഡ് ആകുമ്പോൾ പെട്രോൾ എന്നും ഗ്യാസ് ആകുമ്പോൾ O2 എന്നും വിളിക്കുകയാണെന്ന്. അവിടെ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സോളിഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വാട്ടർ മോളിക്യൂളിനെ H2O മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐസ് എന്ന്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ ധൃതിയിൽ വായിക്കുമ്പോൾ ലിക്വിഡ് ആസ് പെട്രോൾ, പെട്രോൾ ലിക്വിഡ് ആണ്, അപ്പൊ ശരിയാണ്. വീണ്ടും എന്താ? ഗ്യാസ് ആസ് O2, ശരിയാണ്. O2 എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ ഗ്യാസ്, അപ്പൊ ഗ്യാസ് ആസ് O2, അത് കറക്റ്റ് അല്ലേ? പക്ഷെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ടർ ക്യാൻ എക്സിസ്റ്റ്, H2O എന്ന് പറയുന്ന അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട്, ആ ഒരു പദാർത്ഥം, ഇത് സോളിഡ് ആയിട്ടിരിക്കാം, ലിക്വിഡ് ആയിട്ടിരിക്കാം, ഗ്യാസ് ആയിട്ടിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ലിക്വിഡ് ആസ് പെട്രോൾ എന്നും അതുപോലെ ഗ്യാസ് ആസ് O2 എന്നും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് ക്ലിയർ ആയിട്ട് വായിച്ചിട്ടാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാകും ഈ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോളിഡ് ആസ് ഐസ് മാത്രമാണ് ശരി, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിന്റ് ആണ് ശരിയെന്ന്. പക്ഷെ പെട്ടെന്ന് ധൃതിയിൽ വായിച്ചു പോവുകയാണെങ്കിൽ എന്ത് പറ്റും? ലിക്വിഡ് ആസ് പെട്രോൾ ശരിയാണ്, ഓക്സിജൻ ഗ്യാസ് ആസ് ഓക്സിജൻ, ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്, ശരിയാണ്. നമ്മൾ വേഗം ടിക്ക് ചെയ്തിട്ട് ഫൈനൽ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഞാൻ പഠിക്കാത്ത കാര്യമാണ്, കുറെ പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്, ഈ വാക്കുകളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ കുറെ ടെൻഷൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു ക്ലൂ ഉണ്ടാവും. നമുക്കതെന്താണ്? എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്ലൂ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ പോലെ കംപ്രഷൻ അല്ലെങ്കിൽ എന്താണ് റിജിഡിറ്റി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാണ്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇതേപോലെ എനിക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ്? ആൻസർ പകുതി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാനും നമുക്ക് എന്താണ് മിസ്റ്റേക്സ് വരാതെ തന്നെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇനിയാണ് നമ്മൾ പറഞ്ഞതുപോലെ മിശ്രിതങ്ങൾ, അതുപോലെ മൂലകങ്ങൾ, അതുപോലെ തന്നെ സംയുക്തങ്ങൾ, നമ്മൾ എലമെന്റുകൾ, അതുപോലെ തന്നെ എന്താണ് കോമ്പൗണ്ട്സ്, അതുപോലെ മിക്സ്ചേഴ്സ്, ഈ രീതിയിലുള്ള കൺവേർഷൻ പറയുന്നത്. സിമ്പിൾ ആയിട്ട് എന്താ നമുക്ക് പറയാൻ പറ്റും? എല്ലാ മാറ്ററിനെയും നമുക്ക് 3 ആയിട്ട് തിരിക്കാം. എലമെന്റ്, അതുപോലെ കോമ്പൗണ്ട്, അതുപോലെ തന്നെ മിക്സ്ചർ. ഈ എലമെന്റിനെയും കോമ്പൗണ്ടിനെയും പ്യുവർ എന്ന് വിളിക്കും, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. മിക്സ്ചേഴ്സ് പറയുമ്പോഴത്തേക്കും എന്താണ്? അവിടെ 2ഓ 3ഓ ആൾക്കാർ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശുദ്ധമായ പദാർത്ഥം ഏതാണെന്നാണ്. ഇത്രയും ഓർത്താൽ മതി. എലമെന്റ് എന്ന് പറഞ്ഞാല് എലമെന്റ്, ഓക്സിജൻ ഒരു എലമെന്റ് ആണ്, അതുപോലെ സോഡിയം ഒരു എലമെന്റ് ആണ്, അയൺ ഒരു എലമെന്റ് ആണ്. ഈ രീതിയിൽ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ രൂപത്തിലിരിക്കുന്ന ഒരേപോലത്തെ ആറ്റംസ് മാത്രമുള്ളതാണ് ഓരോ എലമെന്റും. ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ അവിടെ കൃത്യമായ അനുപാതത്തിൽ അവർ മിക്സ് ചെയ്തിട്ട് കൃത്യമായ അനുപാതത്തിൽ അവർ യോജിച്ചിട്ടുണ്ടാകുന്ന ആൾക്കാരാണ് കോമ്പൗണ്ടുകൾ. എലമെന്റും കോമ്പൗണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ രീതിയിലുള്ള ആറ്റംസ് മാത്രം. ഇനി അതേപോലത്തെ ഒരേ ആറ്റംസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകൾ.
ഇവരെന്താണ് ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലൂടെ മിക്സ് ചെയ്യുമ്പോൾ, ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലൂടെ അവിടെ മിക്സ് ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പേര് കോമ്പൗണ്ട് എന്നാണ്. ഇപ്പോൾ നമുക്ക് എന്താ H2O പറയാം, അതുപോലെ തന്നെ H2S പറയാം, NaCl പറയാം. ഈ രീതിയിൽ കുറെ ആൾക്കാരുണ്ട്. ഇതുപോലത്തെ എന്താണ് നമുക്ക് കോമ്പൗണ്ടുകൾ പറയാം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം അതുപോലെ സൾഫർ ആയിരിക്കാം, ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കാം, സോഡിയം ക്ലോറൈഡും ആയിരിക്കാം. ഈ രീതിയിൽ എന്താണ് ഇവര് ഓരോ എലമെന്റുകൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ഉണ്ട്. 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റത്തിനോട് ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സോഡിയം ഒരു ക്ലോറിൻ ആറ്റവും തമ്മിൽ ചേർന്നിരിക്കുന്നു. ഈ രീതിയിൽ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. എന്നാൽ നമ്മൾ എടുക്കുന്ന മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും എന്താണ് മിക്സ്ചേഴ്സ് ആണ്. നമ്മളെ ചുറ്റുവട്ടത്തും കാണുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും മിശ്രിതങ്ങളാണ്. എന്താണ് ഈ മിശ്രിതങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പാലെടുക്കുകയാണെങ്കിൽ പാലിൽ തന്നെ എന്തുണ്ട്, പല കണ്ടന്റ് ഓഫ് ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അതിൽ വെള്ളത്തിന്റെ അംശമുണ്ട്. ഇങ്ങനെ പല സാധനങ്ങളും മിക്സ് ആയിട്ടായിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള വായുവിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇതുപോലെ തന്നെയുള്ള പല വാതകങ്ങളും മിക്സ് ആയിട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും എന്താണ് ഓരോ വസ്തുക്കളിലെ ഒരു മിക്സ്ചറാണ്, മിശ്രിതമാണ്. ശുദ്ധമായ പദാർത്ഥങ്ങൾ എലമെന്റുകളും കോമ്പൗണ്ടുകളും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതിൽ ശുദ്ധമായ പദാർത്ഥം ഏതാണെന്ന് നോക്കാൻ പറ്റുമോ? മിൽക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു മിക്സ്ചർ ആണ്. അതിലെന്താണ് വെള്ളമുണ്ട്. ഓരോ നമ്മൾ പറയത്തില്ലേ പാലിൽ വെള്ളം കൂടി പാലിൽ വെള്ളം കുറഞ്ഞു എന്നൊക്കെ, അതുപോലെ അതിലെന്താണ് മിൽക്ക് സോളിഡ്സ് എന്ന് നമ്മൾ പറയും, ഫാറ്റ് കണ്ടന്റ് നമ്മൾ പറയും. ഇതുപോലെ മിൽക്കിന്റെ അല്ലെങ്കിൽ എന്താ പാലിന്റെ ഉള്ളിലുള്ള അംശങ്ങൾ നമ്മളത് തൈരായിട്ട് കടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടാറില്ലേ? ഈ രീതിയിൽ അതിനകത്ത് പല പല ആൾക്കാർ മിക്സ് ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ മിൽക്ക് എന്തായാലും ശുദ്ധമായ പദാർത്ഥമല്ല. വായു നമ്മൾ ഇതേപോലെ പറഞ്ഞു, വായുവിൽ എന്താ സംഭവിക്കുന്നത്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വായുവും ഇതുപോലെ ശുദ്ധമായ പദാർത്ഥമല്ല. പിന്നെയുള്ള ആൾക്കാർ ഷുഗർ സൊല്യൂഷനും ഉണ്ട്, പഞ്ചസാര ലായനിയും ഉണ്ട്, അതുപോലെ മീഥേനും ഉണ്ട്. പഞ്ചസാര ലായനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പഞ്ചസാര ലായനി അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര കലക്കിയെടുക്കുന്ന ഒരു പരിപാടി, അത് ഏത് കോൺസെൻട്രേഷനിലും എടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ 2 സ്പൂൺ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് 3 സ്പൂൺ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ എനിക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഇടാം. അതായത് ഇവിടുത്തെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അനുപാതം എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും, പ്രൊപ്പോർഷൻ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ മീഥേൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്താൽ, ഇത് കാർബണിന്റെ ഒരു കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് എപ്പോഴും ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടാവും. കാർബണും ഹൈഡ്രജനും ചേർന്നിട്ടാണ് മീഥേൻ ഉണ്ടാകുന്നത്. ഈ നിൽക്കുന്ന മീഥേന് എന്തുണ്ടാകും, എപ്പോഴും ഒരു കാർബൺ ആറ്റത്തിനോടൊപ്പം 4 ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ടായിരിക്കും മീഥേൻ എപ്പോഴും ഉണ്ടാകുന്നത്. അതിന്റെ ആ ഒരു പ്രൊപ്പോർഷന് ഒരു രീതിയിലും മാറ്റം സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ശുദ്ധമായ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീഥേൻ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ മീഥേൻ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ രീതിയിൽ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇതിൽ ആരാണ് കോമ്പൗണ്ട് അല്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ്, ചോക്കിനകത്ത് എന്താ പൊടികൾ ഓൾറെഡി മിക്സ് ആയിട്ടിരിക്കുന്ന സംഭവം നമുക്കറിയാം, അത് എലമെന്റ് ഫോം എല്ലാം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് കാൽഷ്യം അതുപോലെ കാർബണേറ്റ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ മിക്സ് ആയിട്ടിരിക്കുന്നതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എന്താ, ഇവരെല്ലാവരും കോമ്പൗണ്ടുകളാണ്. താഴെ ആര് തന്നിരിക്കുന്നത്, ലെഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. എലമെന്റ് അല്ലെങ്കിൽ മൂലകം എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ആറ്റംസ് മാത്രമുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ കൂട്ടത്തിലെ സംയുക്തമല്ലാത്തത്, കോമ്പൗണ്ട് അല്ലാത്തത് ലെഡ് ആണെന്ന്. വീണ്ടും അടുത്ത് വരുന്നത് മിശ്രിതങ്ങളിൽ വരുന്ന സൊല്യൂഷനെ പറ്റിയാണ്. മിശ്രിതങ്ങളിൽ നമ്മൾ എന്താ മിക്സ്ചർ എന്ന് പറയും. മിക്സ്ചർ നമ്മൾ അടുത്തത് 3 ആയിട്ട് കാണും. മിക്സ്ചർ എന്ന് പറഞ്ഞാല് 3 ആയിട്ട് തിരിക്കാം. സൊല്യൂഷൻസ്, കൊളോയിഡ്, സസ്പെൻഷൻ. ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. സൊല്യൂഷൻ എന്താണ്, കൊളോയിഡ് എന്താണ്, സസ്പെൻഷൻ എന്താണെന്ന്. വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, വളരെ നേർത്ത പാർട്ടിക്കിൾസ് ആണ് മിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതുപോലെ അവരെ ലയിപ്പിച്ച് കഴിഞ്ഞാൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേര് ലായനികൾ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നാണ്.
അതുപോലെ തന്നെ കൊളോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, അവിടെ മിക്സിങ് സംഭവിച്ചിട്ടുണ്ട്. ഈ മിക്സിങ് സംഭവിച്ച ആൾക്കാരെ നമുക്ക് എന്താണ് എളുപ്പത്തിൽ വേർതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് അവിടെ ഒരു സെൻട്രിഫ്യൂഗേഷൻ കൊടുത്താൽ, അവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് എന്താണ് കുലുക്കിയെടുത്താൽ നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ വലിയ വസ്തുക്കളെ, കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള 1 നാനോമീറ്റർ തൊട്ട് 1000 നാനോമീറ്റർ വരെ സൈസുള്ള വസ്തുക്കളാണ് ഇവിടെ മിക്സ് ആകുന്നത്, ലയിപ്പിച്ചെടുക്കുന്നതെങ്കിൽ നമ്മളവിടെ കൊളോയിഡ് എന്ന് പറയും. വീണ്ടും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ വസ്തുക്കളെ, 1000 നാനോമീറ്ററിനേക്കാളും കൂടുതൽ സൈസുള്ള വസ്തുക്കളെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എണ്ണയും വെള്ളവും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എണ്ണ മുകളിലും വെള്ളം താഴെയായിട്ടും കിടക്കും. ഇതൊരു സസ്പെൻഷന്റെ ഫോം ആണെന്ന് പറയും. പോട്ടെ, മണലും വെള്ളവും എടുത്തിട്ട്, കുറച്ച് മണൽ എടുത്തിട്ട് നമ്മൾ അതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എന്താ മണൽ വേറെ വെള്ളം വേറെ ആയിട്ട് വേർതിരിഞ്ഞ് കിടക്കും. ഈ രീതിയിൽ സംഭവിക്കുന്നതൊക്കെ സസ്പെൻഷൻസ് ആണെന്ന് പറയും. ഇങ്ങനെ നമുക്ക് എന്താണ് 3ആയിട്ട് മിശ്രിതങ്ങളെ തിരിക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാം, ഇതിലെ തന്നെ 2 ആൾക്കാർക്കാണ് പ്രകാശത്തിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്കാറ്റർ ചെയ്യാൻ പറ്റുന്നത്, വിസിരണം നടത്താൻ പറ്റുന്നത്. അതായത് നമ്മൾ എന്താ ഒരു ലൈറ്റ് സോഴ്സിനെ ഈ പറയുന്ന ഒരു സർഫസിൽ വെക്കുമ്പോൾ, ഒരു കൊളൈഡിനോ അല്ലെങ്കിൽ എന്താണ് ഒരു സസ്പെൻഷന്റെ മുമ്പിൽ വെക്കുമ്പോൾ അതിലൂടെ നമുക്ക് ആ പറയുന്ന ലൈറ്റിന്റെ പാത കാണാൻ പറ്റും, ആ പ്രകാശം സഞ്ചരിക്കുന്ന പാത കാണാൻ പറ്റും. ഈ കോൺസെപ്റ്റ് നമ്മൾ വീണ്ടും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇനിയും പറഞ്ഞു പോകും. കൊളോയിഡ്സും അതുപോലെ സസ്പെൻഷൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്കാറ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ സസ്പെൻഷൻ എന്താണ്, സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അതിന്റെ അകത്തിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ സൈസ് മാറുന്നതനുസരിച്ച് ആ കഴിവ് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ആ കഴിവ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 3 രീതിയിലുള്ള മിക്സ്ചർ ഉണ്ട്, സൊല്യൂഷൻ, കൊളോയിഡ്, അതുപോലെ സസ്പെൻഷൻ. ഇതിൽ കൊളോയിഡ് ആണ് ഏറ്റവും കൂടുതൽ ലൈറ്റിനെ എന്ത് ചെയ്യുന്നത്, സ്കാറ്റർ ചെയ്യുന്നത്. അതായത് കൊളോയിഡ് സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന ഒരു ലൈറ്റ് സോഴ്സിന്റെ പാത ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത് വെച്ചിട്ട് ടിൻഡാൽ എഫക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കും. അതുപോലെ തന്നെ എന്താണ് പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പുകയൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്താണ് പുകപടലങ്ങളുള്ള ഒരു റൂമിൽ കയറിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു പോയിന്റിൽ നിന്ന് മാത്രം സൺലൈറ്റ് കയറി വന്നാൽ നമുക്ക് അവിടെയുള്ള എല്ലാ പൊടികളും അല്ലെങ്കിൽ എന്താണ് അവിടെ നിൽക്കുന്ന എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൊളോയിഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ കാരണം എന്ന് നമ്മൾ പറയും. ഈ രീതിയിൽ മിക്സ്ചേഴ്സിൽ ഈ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ കൊളോയിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത്. ഈ ഫൈനൽ ഒരു ചെറിയ കോൺസെപ്റ്റ് നമ്മൾ മാത്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആകെ എന്താണ് കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ ചോദ്യങ്ങൾ നോക്കിയതിൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് മാറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് വരുന്നതെന്ന്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് ഇതേപോലെ എന്താണ് ഓരോ പോയിന്റ് എടുത്ത് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു രീതിയിലാണ് ചോദ്യം വരുന്നത്. അല്ലെങ്കിൽ എന്താ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, നമ്മളുടെ സോളിഡിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും, അതുപോലെ ലിക്വിഡിനും ഗ്യാസിനും ആ പ്രോപ്പർട്ടി തന്നെ നമ്മൾ വീണ്ടും എന്താ കമ്പയർ ചെയ്ത് പഠിക്കും. ആർക്കാണ് റിജിഡിറ്റി കൂടുതൽ, അതുപോലെ ആരുടെ ആറ്റംസിനാണ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത്, ഏറ്റവും കൂടുതൽ എനർജി അവിടെ ഉള്ളത്, ആരാണ് അടുത്തടുത്ത് നിൽക്കുന്നത്, ആരാണ് ദൂരെ ദൂരെ നിൽക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സോളിഡ്സ് തന്നെ വീണ്ടും എന്താ സ്റ്റേറ്റ് കൺവേർഷൻ, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോഴത്തേക്കും അവിടെ എന്താണ് ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നത്, അവിടെ എനർജിയിൽ എങ്ങനെ വ്യത്യാസം വരുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ അവിടെ എങ്ങനെ വ്യത്യാസം വരുന്നു, ഗ്യാസ് വീണ്ടും സോളിഡ് ആകുമ്പോൾ അവിടെ എങ്ങനെ വ്യത്യാസം വരുന്നു, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ അടുത്ത ആളായിട്ട് മിക്സ്ചേഴ്സ് പഠിക്കുമ്പോൾ 3 രീതിയിലുണ്ട്. എന്തൊക്കെയാണുള്ളത്, മിക്സറിൽ തന്നെ നമുക്ക് എന്താണ് സൊല്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൊളോയിഡും ഉണ്ട്, അതുപോലെ സസ്പെൻഷനും ഉണ്ട്. ഇനി അപ്പുറത്താണെങ്കിലോ എലമെന്റും കോമ്പൗണ്ടുകളും ഉണ്ട്. ഈ രീതിയിൽ മിക്സ്ചേഴ്സും അതുപോലെ പ്യുവർ സബ്സ്റ്റൻസും ഇവർ ഓരോരുത്തരും ആരാണെന്ന് പഠിക്കണം. ആരൊക്കെയാണ് ഓരോ ക്ലാസിഫിക്കേഷന് താഴെ വരുന്നത്, ഓരോ ആൾക്കാരുടെയും പ്രത്യേകത എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഇതിന് തന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റില് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, നേർപ്പിച്ചതാണോ കടുപ്പമുള്ളതാണോ ഒരു സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ 3 ഇക്വേഷൻസ് നോക്കുന്നത്. നമുക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ലീനവും അതുപോലെ ലായകവുമാണ്. ലീനം എന്ന് പറഞ്ഞാൽ, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ എടുത്ത് കലക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത്, ഒരു ലായനി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് അവിടെ നമ്മൾ എന്തിനാണോ എടുത്ത് മിക്സ് ചെയ്യുന്നത്, നമ്മൾ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാരയോ ഉപ്പോ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ പഞ്ചസാര അല്ലെങ്കിൽ ആ ഉപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കായിരിക്കും, എന്ത് സാധനമാണോ നമ്മൾ മിക്സ് ചെയ്യുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും അല്ലെങ്കിൽ ലീനം എന്ന് പറയും. അതുപോലെ എന്താണോ നമ്മളവിടെ മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു വസ്തു, ചിലപ്പോൾ അത് വെള്ളമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കാം, അതുപോലെ കൂടുതലായിട്ട് എടുക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും, സോൾവെന്റ് എന്ന് വിളിക്കും, ലായകം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ
സൊല്യൂട്ട് നമ്മൾ എത്ര മാസ് എടുക്കുന്നുണ്ടോ അത് നമ്മൾ ഗ്രാം കണക്കിലായിരിക്കാം അല്ലെങ്കിൽ കിലോഗ്രാം കണക്കിലായിരിക്കാം. അത് ഡിവൈഡഡ് ബൈ മുഴുവൻ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. അതുപോലെ തന്നെ നമുക്ക് എന്താ വീണ്ടും പറയാൻ പറ്റുന്നത്, ലീനോ അതുപോലെ തന്നെ എന്താണ് ലായകവും തമ്മിലുള്ള മാസിന്റെ ടോട്ടൽ, അതായത് മുഴുവൻ ലായനിയുടെ മുഴുവൻ സൊല്യൂഷന്റെ മാസ് ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ മാസ് പെർസെൻറ്റേജ് കാണാൻ പറ്റും. മാസ് പെർസെൻറ്റേജ് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ ഒരു സൊല്യൂഷനെ 50 ഗ്രാം ഷുഗർ 150 ഗ്രാം വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലായനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 50 ഗ്രാം എന്തെടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അവിടെ 50 ഗ്രാം നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് 50 ഗ്രാം. അവിടെ എടുത്തിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നത് 150 ഗ്രാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് 50 + 150 200 ഗ്രാം ആയിരിക്കും. 200 ഗ്രാം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ മാസ് പെർസെൻറ്റേജ്, കോൺസെൻട്രേഷൻ ഓഫ് മാസ് എന്ന് ഉദ്ദേശിക്കുന്ന മാസ് പെർസെൻറ്റേജ് കാണാമെന്നാണ്. എന്താണ് ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ മുഴുവൻ സൊല്യൂഷന്റെ മാസ്, നമ്മൾ ഉണ്ടാക്കുന്ന മുഴുവൻ സൊല്യൂഷന്റെ മാസ്, അതിന്റെ പെർസെൻറ്റേജ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ നമുക്ക് 50 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എഴുതാം. 50 ഗ്രാം നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗർ, അതിനെ എത്രയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? 150 ഗ്രാം നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തു. ടോട്ടൽ മാസ് അവിടെ 50 + 150 200 ഗ്രാം. അതിന്റെ പെർസെൻറ്റേജ്. ഈ രീതിയിൽ 25% ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നമ്മൾ പഞ്ചസാര എടുത്തിട്ട് വെള്ളത്തിൽ കലക്കുമ്പോൾ അതിനെന്താണ്, നേർപ്പിച്ചതാണോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു ചായയോ കാപ്പിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ അത് കടുപ്പം കൂടുതലാണോ കടുപ്പം കുറവാണോ എന്നൊക്കെ. ഈ രീതിയിൽ കോൺസെൻട്രേഷനെ നമ്മൾ എന്താണ് ക്ലിയർ ആയിട്ട് സയന്റിഫിക് ടേംസിൽ പറയുമ്പോൾ മാസ് പെർസെൻറ്റേജ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ എന്തായിട്ട് കാണാം, വോളിയം പെർസെൻറ്റേജ് ആയിട്ട് കാണാം, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആയിട്ട് കാണാം. ഈ ഇക്വേഷൻസ് എല്ലാം പല രീതിയിൽ കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സാധനത്തിന്റെ, ഒരു വസ്തുവിന്റെ മാസ് തന്നിട്ടുണ്ട്. അതെടുത്തിരിക്കുന്നത് എന്തൊരു ലായനിയിലാണ്, ആ ലായനിയുടെയും മാസ് തന്നിട്ടുണ്ട്. അവിടെ രണ്ടാൾക്കാരുടെ മാസ് ഇതേപോലെ നമുക്ക് അറിയാമെങ്കിൽ അവിടുത്തെ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ആ ഒരു കോൺസെൻട്രേഷൻ എത്ര കടുപ്പമുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് എത്ര നേർപ്പിച്ചതാണ് ആ പറയുന്ന ഒരു സൊല്യൂഷൻ, ആ ലായനി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി എന്താണ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേപോലെ ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഐഡിയ വെച്ചിട്ടുണ്ടായിരുന്നു. മോളിക്കുലാർ മാസ് ആണെങ്കിൽ ഓരോ ആറ്റത്തിന്റെ മാസിന് ആഡ് ചെയ്തിട്ട് എല്ലാം ഒരുമിച്ച് എഴുതിയാൽ മതി എന്ന്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു ചോദ്യം കിട്ടിയാൽ എങ്ങനെ ചെയ്യും? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇക്വേഷൻ എങ്ങനെയാണെന്ന്. ഇവിടെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വോളിയം ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് എഴുതാം. അതിന്റെ പെർസെൻറ്റേജ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്തിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഇക്വേഷൻ ഓൾറെഡി അറിയാം, ചെയ്യാൻ ഉപയോഗിക്കേണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം ഇതേപോലെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ 4ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള പ്ലാസ്മ പറഞ്ഞു. 5ാമത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ? സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? വീണ്ടും ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കാണണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഉത്തരം കിട്ടുന്നത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഈ പറയുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഉത്തരം ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാറ്ററിന്റെ പല സ്റ്റേറ്റുകൾ, അതിന്റെ കൺവേർഷൻ, അതുപോലെ തന്നെ ഇതാണ്
പല ഫോംസ് ഓഫ് മാറ്റർ, എലമെന്റ് ആണോ, കോമ്പൗണ്ട് ആണോ, അതുപോലെ തന്നെ മിക്സ്ചേഴ്സ് ആണോ, മിക്സ്ചറിൽ എന്താണ് പ്രത്യേകത വരുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ ഓരോ ക്വസ്റ്റ്യൻ വൈസ് വേഗം വേഗം നോക്കിപ്പോയി. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ടോപ്പിക്കും ക്ലിയർ ആയിട്ടിരുന്ന് നോക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് ഇതിൽ മിസ് ഔട്ട് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഇത് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ഒരു റിവിഷൻ നന്നായിട്ട് നടത്തുക. വീണ്ടും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുള്ള റിവിഷൻ ആകുമ്പോൾ നമ്മൾ എക്സാമിന് വളരെ നന്നായിട്ട് പ്രിപ്പയർഡ് ആവും. അപ്പോൾ ഈ രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ലൊരു ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആയിട്ട് പുതിയൊരു ടോപ്പിക് ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു എവരിവൺ.